വോട്ടുണ്ടോ? വോട്ടുണ്ട്. വോട്ട് ചെയ്യാൻ തീരുമാനിച്ചോ? ആളെ ആർക്ക് കുത്തണം, ആരാണ് എന്റെ സ്ഥാനാർത്ഥി എന്നൊക്കെ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു അല്ലേ? ഏകദേശം. ഇനി മാറോ? ഇല്ല. അപ്പോഴേ ഈ മലപ്പുറത്തെ കുറിച്ച് എല്ലാ കാലത്തും പറയാറ് ഇവിടുത്തെ കുട്ടികൾക്ക് ആവശ്യമായ സീറ്റുകൾ ഇവിടെ അല്ലെങ്കിൽ ഇപ്പോൾ പ്ലസ് 2 ആയാലും ഉപരിപഠനത്തിനായാലും ഹയർ സ്റ്റഡീസിനായാലും ഒക്കെ. അപ്പോൾ ഇവിടെ തന്നെ നിന്ന് പഠിക്കാനാണോ ഇഷ്ടം, പുറത്തേക്ക് പോകാനാണോ താല്പര്യം? ഇവിടെ നിന്ന് പഠിക്കാനുള്ള അവസരങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്നാണ്. പുറത്തു പോയി പഠിക്കണം എന്നാണ് എല്ലാവരും ബാക്കിയുള്ളവരൊക്കെ ഇതാക്കണ പോലെ തന്നെ എൻ്റെ അഭിപ്രായം. കാരണം നമ്മളെ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് കമറു പറഞ്ഞ പോലെ തന്നെ നമുക്ക് അപ്ഡേറ്റഡ് അല്ല, ഈ കോഴ്സസ് ആയാലും കാര്യങ്ങളായാലും അപ്ഡേറ്റഡ് അല്ല. അങ്ങനെ അപ്ഡേറ്റ് ആക്കി ആക്കാൻ സർക്കാർ തന്നെ മുതിരണം. എന്നാലല്ലേ ഒരു ഗവൺമെൻറ് കോളേജ് ആകുമ്പോൾ സർക്കാരല്ലേ അന്തിമ തീരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ സർക്കാർ ഒന്നുകൂടി അപ്ഡേറ്റ് ആക്കി വിദ്യാഭ്യാസ രംഗം ഒന്നുകൂടി അപ്ഡേറ്റ് ആക്കുക. അപ്പോൾ ഇവിടെ തന്നെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ചോർച്ചയും കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു മിനിമം പഠിക്കണ കോളേജിൽ ചോർച്ച, അതേപോലെ പണി മുഴുവനാക്കാത്ത സിറ്റുവേഷൻ ഒക്കെ സർക്കാരിൻ്റെ വീഴ്ച തന്നെയല്ലേ. അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളെ വിദ്യാഭ്യാസം ഇപ്പോൾ പഠിക്കാനുള്ളതും കുറച്ച് കോഴ്സസ് അപ്ഡേറ്റ് ആക്കുക. അതേപോലെ നിലവിലിപ്പോൾ എന്താ സ്കിൽസാണ് വർദ്ധിക്കേണ്ടത്. സ്കിൽസ് കൊണ്ടാണ് പണിയും കാര്യങ്ങളുള്ളൂ. അപ്പോൾ സ്കിൽസ് വർദ്ധിക്കുന്ന തരത്തിലുള്ള കോഴ്സസും കാര്യങ്ങളും അപ്ഡേറ്റ് ആക്കി അവൈലബിൾ ആക്കണം എന്നാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലുള്ള കാര്യം. കോഴ്സ് അപ്ഡേറ്റഡ് അല്ല എന്ന് പറയുന്നു. അപ്പം വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് കോഴ്സ് അപ്ഡേറ്റഡ് ആവാത്ത, തൊഴിൽ അവസരങ്ങളില്ലാത്ത വിഷയങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവുമോ? ഞാനിപ്പോൾ ഇവിടെ PG ആണ് ചെയ്യുന്നത്, MA എക്കണോമിക്സ്. അപ്പോൾ ഡിഗ്രിയും ചെയ്തത് ഇവിടെ തന്നെയാണ്. ഡിഗ്രിയിൽ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡറാണ്. അപ്പോൾ ഇവിടെ വരുന്നതിന് മുമ്പ് പുറത്ത് പോയി പഠിക്കണം തന്നെ ആയിരുന്നു. ഞാൻ CUT എഴുതിയതാണ്, ക്വാളിഫൈഡ് ആണ്. പക്ഷേ ചില സാഹചര്യങ്ങൾ മൂലം ഇവിടെ തന്നെ പഠിക്കേണ്ടി വന്നു. ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ കോഴ്സ് അപ്ഡേറ്റഡ് ആണെന്ന് ചോദിച്ചാൽ എക്കണോമിക്സിൽ നമ്മൾ ഞാൻ എക്കണോമിക്സാണ് പഠിക്കുന്നത്. എക്കണോമിക്സിൽ നമ്മൾ കുറച്ച് ആപ്ലിക്കേഷൻ ബേസ്ഡ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോഴും നമ്മൾ കുറേ അസംഷൻസ് വെച്ചിട്ട് സെറ്റീരിയസ് പാരിബസ് എന്ന് നമ്മൾ പറയും. അതായത് ഇന്ന സാധനങ്ങൾ അവിടെ നിലനിൽക്കെ ഇങ്ങനെയാണ് സംഭവിക്കുള്ളൂ എന്ന്. ആ സെറ്റീരിയസ് പാരിബസിനെ നമ്മൾ റിമൂവ് ചെയ്യാനുള്ളൊരു ശ്രമം അവിടെ നടക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ ഇവിടെ അക്കാഡമിക്സിൽ നമ്മൾ പണ്ടാരോ പഠിച്ച് വെച്ചിട്ടുള്ള സാധനങ്ങൾ വീണ്ടും പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പുതുതായിട്ടുള്ള കാര്യങ്ങളൊന്നും കൊണ്ടുവരുന്നില്ല. അക്കാഡമിക് ബേസിൽ നമുക്ക് കോമ്പറ്റീറ്റീവ് എക്സാംസ് ഒക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റും, ഈ നെറ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു എക്സ്പോഷർ സ്റ്റുഡൻസിന് കിട്ടുന്നില്ല. ഞാൻ ഇവിടുത്തെ ഫൈൻ ആർട്സ് സെക്രട്ടറിയാണ്. അപ്പോൾ ഇവിടെ ആർട്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ആർട്സിൻ്റെ തിരക്കിലാണ് ഞങ്ങൾ. അപ്പോൾ ഈ ഒരു ആർട്സിന് കുട്ടികൾ ഇറങ്ങാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു കൺഫൈൻഡ് ആയിട്ട്, അതായത് അക്കാഡമിക്സിലോട്ട് മാത്രം കൺഫൈൻഡ് ആയിട്ട് പോകുന്ന സ്റ്റുഡൻസാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത്, പ്രത്യേകിച്ചും കേരളത്തിലും മലപ്പുറം ജില്ലയിലൊക്കെ.